സന്തോഷ് ട്രോഫി ഫുട്ബോളിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. 22-അംഗ ടീമിനെയാണ് പ്രഖ്യാപിച്ചത്. നിജോ ഗിൽബർട്ടാണ് നായകൻ. സദീവൻ ബാലൻ പരിശീലകനാകും. ഈ മാസം 21 മുതലാണ് മത്സരങ്ങൾ നടക്കുക. കൊച്ചിയിൽ നിന്ന് അനിൽ വാസുദേവ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 77ാമത് സന്തോഷ് ട്രോഫിക്കുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 22-അംഗ ടീമുമായാണ് കേരളം സന്തോഷ് ട്രോഫി വീണ്ടെടുക്കാൻ തിരിച്ചുപിടിക്കാൻ പോകുന്നത്. ഇപ്പോൾ പരിശീലകൻ സദീവൻ ബാലനും ക്യാപ്റ്റൻ നിജോയും 24-നൊപ്പം ചേരുകയാണ്. സദീവൻ ബാലൻ, വലിയ പ്രതീക്ഷയാണ്. കിരീടം വീണ്ടെടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ സന്തോഷ് ട്രോഫി നേടിയതിന്റെ 50-ാം വാർഷികം. അങ്ങനെ വലിയൊരു കരുത്തുറ്റ ഓർമ്മകളുമായിട്ടാണ് നമ്മൾ ഇത്തവണ അരുണാചലിലേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ എല്ലാ പ്രാവശ്യത്തേക്കാളും ഒരു പ്രതികൂലമായ സാഹചര്യമാണ് അരുണാചലിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് ട്രോഫി തിരിച്ചു പിടിക്കണം എന്നുള്ളത് തന്നെയാണ്. ഗോവയും ഒപ്പം തന്നെ അസാമും അവരൊക്കെ അവരുടെ ഗ്രൂപ്പിൽ വലിയ ഗോൾ സ്കോറിംഗ് 21 ഗോളും സമ്പൂർണ്ണ ജയവുമായിട്ടൊക്കെ തന്നെയാണ് അവർ കടന്നുകൂടിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കരുത്തുറ്റ എതിരാളികൾ തന്നെയാണ്. നമ്മൾ ഒട്ടും മോശക്കാരല്ല എന്ന് തന്നെ വിചാരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഈ നാഷണൽ ഗെയിംസിൽ ഏതാണ്ട് 3 ടീമുകളും നമ്മളെ കൂടെ കളിച്ചിട്ടുള്ളവരാണ്. അവരുടെ വീക്ക്നെസ്സും സ്ട്രെങ്തും എല്ലാം നമുക്കറിയാമെന്നുള്ള അവരുടെ കൂടെ ഒന്നും നമ്മളൊരു മോശമായ പ്രകടനമല്ല കാഴ്ചവെച്ചിട്ടുള്ളത്. ശക്തരായ എതിരാളികളോട് ശക്തമായ മത്സരം തന്നെയാണ് നമ്മുടെ ടീമുകൾ കാഴ്ചവെക്കുന്നത്. അതിനുള്ള കരുത്തും മനോധൈര്യം കളിക്കാർക്കുണ്ട്. ഇപ്പോൾ നിജോ കൂടി ചേരുന്നു. നിജോ വലിയൊരു ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് വലിയൊരു പാരമ്പര്യമുള്ള ടീം. വലിയ പ്രതീക്ഷയാണ്. പ്രിലിമിനറി റൗണ്ടിലൊക്കെ വലിയ രീതിയിൽ കളിച്ചത് നിജോയ്ക്കും വ്യക്തിപരമായി വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. നല്ല ആത്മവിശ്വാസം നൽകുന്നുണ്ട്. പിന്നെ ടീം ഗെയിമാണ്. അപ്പോൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായി കളിക്കുക, ജയിച്ച് കപ്പടിച്ച് വരിക എന്ന ലക്ഷ്യത്തോടെയാണ് അരുണാചലിലോട്ട് പോകുന്നത്. വലിയ പ്രതീക്ഷയിലാണ് കോച്ചും ക്യാപ്റ്റനും. 8ാം കിരീടമാണ് കേരളത്തിന്റെ ലക്ഷ്യം. അങ്ങനെ സന്തോഷ് ട്രോഫി നേടിയതിന്റെ 50-ാം വാർഷികത്തിൽ 8ാം കിരീടം കേരളം നേടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൊച്ചിയിൽ നിന്ന് അനിൽ വാസുദേവ്, 24 ന്യൂസ്.